ഓക്കെ. JTSന്റെ അടുത്ത്, അതായത് തോട്ടടി താമസിക്കുന്ന കുട്ടികളോട് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇവിടുത്തെ അവസ്ഥയും നാട്ടുകാരുടെ അവസ്ഥയെ പറ്റി എല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ 1-2 മാസങ്ങളിൽ ഇവിടെ നടന്ന സംഭവം നടത്തുന്നത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കേസുകളിൽ അടക്കാട് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നാട്ടുകാർക്കും ജനങ്ങൾക്കും വീട്ടുകാർക്കും എല്ലാം അത്രയും ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്കും അറിയാം ആ സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ഇതിനെതിരെ നമ്മൾ ശക്തമായിട്ട് ഒന്നിക്കുക, ഒറ്റക്കെട്ടായിട്ട് മുന്നേറുക, ഒരു പ്രതിരോധം ഉണ്ടാക്കുക, അതല്ലാതെ നമ്മൾ ഇന്നത്തെ ഈ പരിപാടി കൊണ്ടുള്ള ലക്ഷ്യം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രതിജ്ഞയുണ്ട് നമ്മുടെ എടക്കാട് പോലീസ് സ്റ്റേഷൻ. കാരണം എടക്കാട് പോലീസ് സ്റ്റേഷനിൽ നമ്മളിപ്പോൾ കടമ്പൂർ സ്കൂള്, പിന്നെ അതുപോലെ JTS, പിന്നെ ചാല സ്കൂള്, ഈ 3 സ്കൂളിലെ STC സ്റ്റുഡൻസിന് ഈ ഇതിലേക്ക് വീണുപോയി, ഈ കണ്ണിൽ വീണുപോയി കഴിഞ്ഞാൽ തിരിച്ച് റിക്കവറി ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഇൻസിഡന്റ് ഉണ്ടായിക്കഴിഞ്ഞാലും അതായത് സ്റ്റേഷനിലോ പോലീസ് സ്റ്റേഷനിലോ റിപ്പോർട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രതിജ്ഞ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഈ പ്രതിജ്ഞയിൽ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. കാരണം ഈ ഓപ്പറേഷൻ തൂഫാന്റെ ബാരിയർ അതാകാന്ന് പറഞ്ഞാൽ ഈ ഓപ്പറേഷൻ തൂഫാന്റെ ബാരിയർ ആകാം. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും എതിർത്ത് തോൽപ്പിക്കുക എന്നുള്ളതാണ് ഇതിന് മെയിനായിട്ടുള്ള ലക്ഷ്യം. അപ്പോൾ ഇത്രയും